പ്രശാന്ത് IAS നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രശാന്ത്, താങ്കൾ ശ്രീ അശോകിന്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. സസ്പെൻഷന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തുടർ ഭരണത്തിനായി IAS ഉദ്യോഗസ്ഥരുടെ ഒരു കോക്കസ് ഉണ്ടായിരുന്നു. കിഫ്ബിയെ മുൻനിർത്തിക്കൊണ്ടൊരു കോക്കസ് ഉണ്ടായിരുന്നു. ശ്രീ KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വലിയ തോതിൽ അമിതമായ അധികാരം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. 10 വർഷക്കാലം രാജഭരണത്തിന് ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. IAS ഉദ്യോഗസ്ഥരിൽ പലരും വളരെ അസ്വസ്ഥരാണ്. ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ പോസ്റ്റുകൾ നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം സംഭവിച്ചത്, ശ്രീ പ്രശാന്ത്? ഡോക്ടർ ബി അശോക് അദ്ദേഹം ഇപ്പൊ പറഞ്ഞ പലതും ശ്രദ്ധയിൽപ്പെട്ടു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പലതും. അതിപ്പോ കുറച്ചുകൂടെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ സിസ്റ്റത്തിനകത്ത് നിന്ന് പറഞ്ഞു മടുത്ത കാര്യങ്ങളാണ് പലതും. നമ്മുടെ ഒരു ബ്യൂറോക്രസിക്ക്, സിവിൽ സർവീസുകാർക്ക് ആവശ്യം വേണ്ടുന്ന ചില ക്വാളിറ്റീസ് ആണ് നമ്മൾ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കുക, നമ്മൾ പ്രൊസീജിയർ അനുസരിച്ച് പ്രവർത്തിക്കുക, നന്മ മുന്നിൽ കണ്ടിട്ട് പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു 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 എന്താ പറയാ പ്രവർത്തകനായി മാറാൻ പാടില്ലല്ലോ. പക്ഷേ നമ്മൾ കുറച്ച് കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥര് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഒരു IAS കാഡറിൽ പ്രവർത്തിക്കുകയാണെന്ന് മറന്നിട്ട് പാർട്ടി കാഡറായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ സിവിൽ സർവീസിൽ നിന്ന് 10 വർഷം മുമ്പേ റിട്ടയർ ചെയ്തു പോയ അനവധി ആരോപണങ്ങളൊക്കെ നേരിടുന്ന വ്യക്തികള്, സത്യസന്ധതയ്ക്കോ അല്ലെങ്കിൽ അഴിമതിരഹിതമായിട്ട് ജോലി ചെയ്യുന്നതിന് യാതൊരു ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത വ്യക്തികൾ, ഇവരുടെയൊക്കെ ഒരു കൈകളിലേക്ക് ഭരണം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പം പല വിധത്തിൽ വിചിത്രമായിട്ടുള്ള സർക്കാർ ഉത്തരവുകളും ഒക്കെ വന്നത് കണ്ടാണ്. എന്ന് മാത്രമല്ല, ഫയലിൽ അഭിപ്രായം എഴുതാനുള്ള അവകാശമല്ല, അത് നമ്മുടെ സിവിൽ സർവീസുകാരുടെ ജോലിയാണ്. അപ്പൊ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലും മറ്റും മുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ കണ്ടതാണ്. ഇപ്പൊ ഫയലിൽ നമ്മൾ അഭിപ്രായം എഴുതി, നമ്മള് ഫയലിൽ പോലും അഭിപ്രായം എഴുതാൻ പറ്റാത്ത വിധത്തിൽ ഭീഷണിപ്പെടുത്തുകയും വരട്ടുകയും നമ്മുടെ സംസാര സ്വാതന്ത്ര്യത്തിന് ഒന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി സത്യസന്ധത വേണമല്ലോ. കുറഞ്ഞ പക്ഷം സത്യസന്ധത വേണം. അപ്പൊ നമ്മള് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവരുടെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി നമ്മള് ഗവൺമെന്റിലുള്ള ഫാക്ടുകൾ വളച്ചൊടിക്കാൻ ഒരിക്കലും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. ഇപ്പോ ഉദാഹരണത്തിന് ഒരു തെറ്റായിട്ടുള്ള ഒരു ക്ലെയിം വെക്കുകയാണെന്ന് വിചാരിക്കുക. ആ ക്ലെയിം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ക്ലെയിം വെക്കാം, കള്ളം പറയാം, അവർക്ക് ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എന്ത് നറേറ്റീവ് സൃഷ്ടിക്കാം. പക്ഷെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അസത്യങ്ങൾ പറയാ, ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു പ്രത്യേക രീതിയിലാണ് ഭരണ നിർവഹണം കുറച്ച് നാളായിട്ട് നടക്കുന്നത്. ഇത് ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യേണ്ടതില്ല, ഞങ്ങൾ പറയുന്ന ഫയലിൽ ഒപ്പുവെച്ചാൽ മതി, ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്തു തന്നാൽ മാത്രം മതി എന്നുള്ളൊരു സമീപനമായിരുന്നോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്? അതിന് തയ്യാറായിട്ടുള്ളവർ കുറച്ചു പേരുണ്ടാവും, എപ്പോഴും എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവും. അപ്പൊ പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, നമ്മള് ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ അഴിമതിക്ക് പേരെടുത്തിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന അനവധി വിഷയങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ ഈ ഒരു കഴിഞ്ഞ 5-10 വർഷമായിട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് നോക്കിയാൽ മതി. ഏറ്റവും വലിയ അഴിമതി ചെയ്തവർക്ക് ഏറ്റവും വലിയ പാരിതോഷികമാണ്, ഏറ്റവും വലിയ നിയമലംഘനം നടത്തുന്നവർക്ക് അത്രയും വലിയ സംരക്ഷണമാണ്, സത്യം പറയുന്നവരെ ശിക്ഷിക്കുക, വസ്തുതകൾ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കുക. സർക്കാർ നയങ്ങളെ പൊതുമധ്യത്തിൽ വിമർശിക്കാൻ പാടില്ല എന്നുള്ള ചട്ടമനുസരിച്ചാണ് പലപ്പോഴും നടപടി വരുന്നത്. അവിടെയാണ് തമാശ വരുന്നത്. സർക്കാർ നയം അഴിമതിയാണോ? ഈ സർക്കാരിന്റെ അഴിമതി ആണോ നയം? അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയാണോ നയം? അതോ നിയമലംഘനമാണോ നയം? അങ്ങനെ ഒരിക്കലും ഒരു സർക്കാരിന് നയം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് വ്യക്തികളുടെ നയമാണ്. അത് അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ, നിലപാടെടുക്കാൻ ശേഷിയില്ലാത്തവർ, അവർ കള്ളം പറയും, അവർക്കതൊക്കെ ചെയ്യാം. പക്ഷെ സർക്കാരിന്റെ നയം ഒരിക്കലും ഇതല്ലല്ലോ. സർക്കാരിന്റെ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സത്യസന്ധമായിട്ട് കാര്യങ്ങൾ, അതാണ് രേഖയിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രേഖയിൽ സത്യസന്ധത പറയുകയും കയ്യിലിരിപ്പ് വേറെ ആവുകയും ചെയ്യുന്ന ആ രീതിയിൽ ഉദ്യോഗസ്ഥർക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് റൂൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം വേണം. നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ലൈനിൽ കൊണ്ടുവരാം. അതിന് വേണ്ടുന്ന ആൾക്കാര് ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒട്ടനവധി ജൂനിയർ ഓഫീസർമാരാണ് നമ്മളോട് വിളിച്ച് പരാതി പറയുന്നത്. ഇപ്പോ കളക്ടർമാരായിട്ട് ജോലി ചെയ്യുന്നവർ, സബ് കളക്ടേഴ്സ്, അവരെയൊക്കെ വിളിച്ച് പല കാര്യങ്ങളിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇത് ഇടയ്ക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കും പലരും ഭയപ്പെട്ടിട്ടാണ്, അവർക്ക് പറയാൻ വയ്യ. ഇവിടുന്ന് കാഡറിന് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ ശ്രീ പ്രശാന്ത്? കേരളത്തിലെ IAS ഉദ്യോഗസ്ഥർ പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ തോതിൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് പുറത്തേക്ക് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ തിങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ട്, അഭിപ്രായം പറയുന്നു, അതിനെതിരെ നടപടി ഉണ്ടാകുന്നു. പക്ഷേ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം, മുൻപൊന്നുമില്ലാത്തൊരു സാഹചര്യമാണോ കഴിഞ്ഞ ഇക്കാല അളവിലുണ്ടായത്? അതാണല്ലോ നമ്മളിപ്പോ, ഞാനിപ്പോ 20 വർഷമായി സർവീസിൽ. VSന്റെ കാലഘട്ടത്തിലാണ് ഞാൻ സർവീസിൽ വരുന്നത്. നമ്മൾ അതിനുശേഷം എത്രയോ ഗവൺമെന്റുകളെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഈ ഒരു രീതിയിലുള്ള അസഹിഷ്ണുത നമ്മൾ കണ്ടിട്ടേ ഇല്ല. അഭിപ്രായം ഫയലിൽ എഴുതിയാൽ പോലും ഭയങ്കര, അത് എങ്ങനെ എഴുതാൻ ധൈര്യമായിട്ട് മീറ്റിംഗിൽ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലാത്തതാണ്. അപ്പൊ ഭീഷണിപ്പെടുത്തിയ അഭിപ്രായങ്ങൾ വരാതിരിക്കുക, ഫയലിൽ എതിർത്തൊരു അഭിപ്രായം വരാതിരിക്കുക, എതിർത്ത് ഫയലിൽ അഭിപ്രായം എഴുതിയിട്ടുണ്ടെങ്കിൽ ഓഫീസ് ഉൾപ്പെടെ ബാക്ക് എൻഡിൽ നിന്ന് ആക്സസ് ചെയ്തിട്ട് ആ ഫയല് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ വേറെ ഫയലിൽ അതേ കാര്യം ചെയ്യുക. ഇതെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം രേഖാമൂലം പരാതിപ്പെട്ടിട്ടുമുണ്ട്. ഇന്നത്തെ നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിലൊക്കെ കുറ്റാരോപിതരാണ്. എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? ഇത് അതായത് നിയമലംഘനം ഞങ്ങൾ എങ്ങനെയും ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോയിട്ട് പരിഹാരം കണ്ടോളൂ. എല്ലാ കേസും കോടതിയിൽ തോറ്റിട്ടേ ഉള്ളൂ. ഒരു തവണ എങ്കിലും അതൊന്ന് ആലോചിച്ചു നോക്കണം. അപ്പം നിർബാധം നിയമലംഘനം തുടരും എന്ന് പറയുന്ന അതൊരിക്കലും ഒരു സർക്കാർ സംവിധാനം അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു അധോലോകമൊക്കെയാണ് അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുക. നമ്മളിവിടെ രഹസ്യമായിട്ടെല്ലാം ചെയ്യും, നിങ്ങൾ ആരും ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല, ആരും ചോദിക്കാനും പാടില്ല, ഞങ്ങൾ പറയുന്നത് താഴോട്ട്. അങ്ങനെ സർക്കാർ സംവിധാനം അങ്ങനെയല്ല. ജനാധിപത്യത്തിൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ അങ്ങനെയല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് സഹികെട്ടിട്ടാണ് ഇപ്പോ ഇത്രയും പുറത്തു പറയുന്നതെന്നാണ് എനിക്ക്. കാരണം ഡോക്ടർ ബി അശോക് നമുക്കറിയാം, അദ്ദേഹം സാധാരണ വൈകാരികമായിട്ട് അങ്ങനെ ഒന്നും പറയാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പോലും ഇത്രയും പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഏത് അവസ്ഥയിലേക്കാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. വളരെയധികം നന്ദി. ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കാം. ശ്രീ ബി അശോക്, അദ്ദേഹത്തിന്റെ നടപടി വന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ചത് സർക്കാർ പോകുന്ന പോക്കിന് ഒരു റൗണ്ട് വെടികൂടി പൊട്ടിച്ചിട്ട് പോയതാണ്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ശ്രീ ബി അശോകിന്റെ കാര്യത്തിൽ എടുത്ത നടപടി അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് പോകുന്ന പോക്കിൽ നല്ല ഇപ്പൊ നിലവിലെ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഇദ്ദേഹം അനധികൃതമായിട്ട് ഇല്ലാത്ത പോസ്റ്റിൽ തുടരുന്ന ശ്രീ KM എബ്രഹാം, ഇവരൊക്കെ തന്നെ അത് കോടതി വിധിക്കൊക്കെ വിരുദ്ധമായിട്ടാണ്, അറിയാമല്ലോ. ഇങ്ങനെ തുടർന്ന് ഇവരെല്ലാവരും നോക്കുന്നത് അവർക്കെതിരെ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും സ്വയം അന്വേഷിച്ച് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയും ശത്രുവായിട്ട് അവർ കാണുന്ന എല്ലാവർക്കും പോകുന്ന പോക്കിൽ എങ്ങനെയൊക്കെ ഉപദ്രവങ്ങൾ ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്കെതിരെ ഇപ്പൊ 7 ഡിസിപ്ലിനറി ആക്ഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റേ നീറ്റ് എൻട്രൻസ് കുളമാക്കിയത് നിങ്ങൾക്കറിയാലോ എങ്ങനെ കുളമാക്കിയതെന്ന്. അതായത് നിയമത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഒരു പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനിടയിൽ നിയമം റൂൾസ് മാറ്റാൻ പറ്റില്ല, റൂൾസ് ഓഫ് ദ ഗെയിം മാറ്റാൻ പറ്റില്ല. അത് കോടതി വിധിയാണ്. അപ്പൊ ഹൈക്കോടതി വിധി വന്നപ്പോ ഹൈക്കോടതി വിധി, ആ വിധിയുടെ വാർത്ത പങ്കുവെച്ചതിനാണ് എനിക്കെതിരെ. അപ്പൊ കോടതി വിധി പോലും ഈ സംസാരിക്കാൻ പാടില്ല എന്ന്. ഇത് ഫാസിസത്തിന്റെയൊക്കെ അങ്ങേ അറ്റം എത്തിപ്പോയി എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ് റിയാലിറ്റി. സോ പീപ്പിൾ ഹാവ് ടു സ്പീക്ക് ഔട്ട്. ഇത് നമ്മളൊന്നും സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും, ഈ സിസ്റ്റത്തിനോട് ചെയ്യുന്ന നീതികേടായിരിക്കും.